ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു 4-pin റിലേയുടെ വർക്കിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇവിടെ ഒരു 30 ആംപിയർ അല്ലെങ്കിൽ 12 വോൾട്ട് 30 ആംപിയറിൻ്റെ ഒരു 4-pin റിലേ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ റിലേയുടെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റുകൾ, ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. റിലേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണിത്. നമ്മുടെ വണ്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിലേ. റിലേ എല്ലാ സർക്യൂട്ടിനകത്തും വരും. റിലേ ഉപയോഗിച്ച് നമുക്ക് വലിയ കറണ്ടുള്ള സാധനങ്ങളെ ചെറിയ സ്വിച്ച് കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ സ്വിച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിലേ സഹായിക്കും. ഇതാണ് റിലേ. റിലേയുടെ ഇപ്പം കാണിക്കുന്ന ഈ പോയിൻറ്റിന് 30 അവിടെ എഴുതിയിട്ടുണ്ട്. 30 അതാണ് അതിൻ്റെ ഇൻപുട്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള കറണ്ട് കൊടുക്കുന്നത്. ഈ 30 കൊടുത്തുള്ള കറണ്ട് സാധാരണ തൊട്ടപ്പുറം കാണിക്കുന്ന ആ പോയിൻ്റ്, തൊട്ട് താഴെ കാണിക്കുന്ന പോയിൻ്റാണ് 87. അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. 30 കൊടുത്ത കറണ്ട് നോർമലി 87 വരില്ല. റിലേ ഓണാകുന്ന സമയത്ത് 30 87 കറണ്ട് പോകും. റിലേ ഓഫായ സമയത്ത് 30 87 കറണ്ട് പോവില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഈ 30 87 കറണ്ട് പോകുന്നത്, അതിന് സഹായിക്കുന്നത് തൊട്ട് താഴെ കാണുന്ന 86ഉം 85 എഴുതി 2 പോയിൻറ്റുകൾ കാണാൻ പറ്റും. 86, 85. ഇപ്പോൾ തൊട്ട് കാണിക്കുന്നത് 85 86, 85 എന്ന് പറയുന്നത് ഒരു കോയിലിൻ്റെ 2 അറ്റമാണ്. അതായത് നമുക്ക് സാധാരണ അറിയാം, ഒരു കോയിലിൽ കറണ്ട് കൊടുത്താൽ ആ കോയിൽ മാഗ്നറ്റ് ആവും. അപ്പോൾ ആ മാഗ്നറ്റ് ആവുന്ന കോയിലിൻ്റെ 2 അറ്റമാണ് ഈ 85ഉം അതുപോലെ തന്നെ 86ഉം. 85ലും 86ലും കറണ്ട് കൊടുത്താൽ ആ സമയത്ത് ഈ റിലേ ഓൺ ആവും. ആ സമയത്ത് 30 87 കറണ്ട് പാസ് ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ റിലേ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ റിലേയുടെ കവർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ റിലേ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. റിലേ ഓപ്പൺ ചെയ്യുമ്പോൾ ആ റിലേൻ്റെ പുറത്ത് എഴുതിയ കവറൊക്കെ നമുക്ക്, ആ കവറിലുള്ള നമ്പറൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ റിലേ ഓപ്പൺ ആക്കി. ഇതാണ് റിലേൻ്റെ അകത്തുള്ള സാധനങ്ങൾ. നേരത്തെ പറഞ്ഞിട്ടുള്ള കോയിൽ നമുക്കവിടെ കാണാൻ പറ്റും. ഒരു കമ്പിച്ചുരുളായിട്ട് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ കോയിൽ. ആ കോയിലാണ് മാഗ്നറ്റ്. ആ കോയിലിൽ കറണ്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു വോൾട്ടേജ് ആണ് അതിൽ കൊടുക്കേണ്ടത്. ആ കൊടുത്താൽ തന്നെ അത് മാഗ്നറ്റ് ആവും. ആ മാഗ്നറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 30 87 നമുക്ക് വേണ്ട സർക്യൂട്ട് എന്ന് പറയുന്നത് 30 87 അതിന് കൺട്രോൾ ചെയ്യാനാണ് ആ കോയിൽ കൊടുത്തിരിക്കുന്നത്. ആ കോയിലാണ് ഇപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ ഒരു പോയിൻ്റാണ് അതിൻ്റെ ഒരു കോണ്ടാക്റ്റ്. ആ കോണ്ടാക്റ്റ് ആവുന്നതാണ്. ആ പോയിൻ്റാണ് കോണ്ടാക്റ്റ് ആവുന്നത്. ആ കോണ്ടാക്റ്റ് ആകുമ്പോഴാണ് സ്വിച്ച് ഓൺ ആവുന്നത്. ഈ റിലേ പിടിക്കുക എന്ന് പറയുന്നത് ആ കാണുന്ന പോയിൻ്റാണ്. അത് പിടിച്ചു പോയാൽ റിലേ ഓഫാവാതെ നിൽക്കുകയും ചെയ്യും. അതാണ് റിലേയുടെ വേറൊരു റിലേയിൽ വരുന്നൊരു കംപ്ലൈൻറ്റ്. റിലേ പിടിച്ചാൽ ആ സർക്യൂട്ട് ഓഫാവില്ല. അതാണിപ്പോൾ കാണിക്കുന്ന ആ ഒരു റിലേയുടെ കോണ്ടാക്റ്റാണ്. ആ കോണ്ടാക്റ്റ് ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്നത് അവിടെയാണ്, ആ കോയിൽ കറണ്ട് വരുമ്പോൾ. ഇപ്പോൾ റിലേയുടെ ആ സർക്യൂട്ട് പോകുന്ന രീതിയാണ് കാണിക്കുന്നത്. റിലേ 30 വന്ന് നേരെ ആ കോണ്ടാക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ 30 നേരെ ആ കാണിച്ചിരിക്കുന്ന ചുരുൾ വഴി 87 വരിക. ഇപ്പോൾ കാണിക്കുന്ന പോയിൻ്റ് 87. അതായത് 30 87 തൊട്ടടുത്താണുള്ളത്. ചില വണ്ടികളിൽ ഇത് 30 87 കോപ്പറിൻ്റെ പിന്നായിരിക്കും ഉണ്ടാവുക. ബാക്കി രണ്ടും കോപ്പർ അല്ലാത്ത രീതിയിൽ അതിൻ്റെ പിന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതിലങ്ങനെയല്ല ഉള്ളത്. ഇപ്പോൾ കാണിക്കുന്ന 2 പോയിൻ്റ് എന്ന് പറയുന്നത് കോയിലുമായി ബന്ധപ്പെട്ടാണ്. 85 86ൻ്റെ കോയിലിൻ്റെ അറ്റമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 85ഉം 86ഉം അത് കോയിലിൻ്റെ 2 അറ്റമാണ്. അതാണ് ആ ബോർഡിലേക്ക് വരുന്നത്. ആ ബോർഡിലൂടെ വന്നാണ് ആ കോയിലിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ സർക്യൂട്ട് നോക്കാം. സാധാരണ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ, ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരെ ഒരു ബൾബിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ഒരു സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആകുമ്പോൾ ബൾബ് കത്തും. ഇതാണ് നമ്മൾ സാധാരണ വരക്കുന്ന ഒരു സർക്യൂട്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബൾബ് ഉപയോഗിച്ച് നമ്മളൊരു ബാറ്ററി കത്തിക്കുമ്പോഴുള്ളൊരു സ്വിച്ചും ബൾബും ബാറ്ററി ഉള്ളൊരു സർക്യൂട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ബൾബ്, ഒരു പോസിറ്റീവ് നമ്മൾ സ്വിച്ച് വെച്ചു, സ്വിച്ചിൽ നിന്നൊരു ബൾബ് വെച്ചു, ബൾബിൻ്റെ മറ്റേ എൻഡ് ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുത്തു. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ബൾബ് കത്തുന്ന സർക്യൂട്ട് വരയ്ക്കുന്നത്. പക്ഷേ നമ്മൾ വണ്ടിയിൽ വരയ്ക്കുമ്പോൾ നെഗറ്റീവ് എർത്തിങ് ആണ്. നെഗറ്റീവ് വയറിംഗ് ഇല്ല, പോസിറ്റീവ് വയറിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ഇവിടെ എർത്ത് ചെയ്തു, പോസിറ്റീവ് സ്വിച്ച് കൊടുത്തു, ബൾബിൻ്റെ മറ്റേ എൻഡ് എർത്ത് ചെയ്തു. ഈ രീതിയിലാണ് വണ്ടിയുടെ വയറിംഗ് ഉണ്ടാകുന്നത്.
ഈ രീതിയിലാണ് വണ്ടിയുടെ വയറിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിലേ വെക്കുക, ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് റിലേ വെക്കുക, ഈ റിലേൻ്റെ അകത്ത് എന്താണുള്ളതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. റിലേൻ്റെ അകത്ത് ഉള്ള 4 പോയിൻ്റ് എന്ന് പറയുന്നത് റിലേ 4 പിൻ റിലേയിൽ ഉള്ള 4 പോയിൻറ്റുകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി കാണിക്കുകയാണ്. 30 എന്ന് പറയുന്നത് ഇൻപുട്ടും 87 എന്ന് പറയുന്നത് ഔട്ട്പുട്ടും, 85 86 ഒരു കോയിലിന് 2 അറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്വിച്ചിലേക്ക് റിലേയിലേക്ക് വരികയാണ്. റിലേയിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് 30 റിലേ ഒരു സ്വിച്ച് ആയതുകൊണ്ട് റിലേയിലേക്ക് വരുന്നത് 30. റിലേയിൽ നിന്ന് പോകുന്നത് റിലേൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 87. അപ്പോൾ റിലേ ഓൺ ആയാൽ 30ഉം 87ഉം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും എന്നർത്ഥം. റിലേ ഓഫായാൽ 30 87 കണക്ഷൻ ഉണ്ടാവില്ല. സാധാരണ കാണുന്ന റിലേകൾ 30 87ലേക്ക് നോർമലി കണക്ഷൻ ഇല്ലാത്തതായിരിക്കും. റിലേ ഓണായാൽ മാത്രം ഈ 85 86 കോയിൽ ഓണായാൽ ഒരു കാന്തമാവും. ആ കാന്തം എന്ത് ചെയ്യും, ഈ 30നെ 86നെ അങ്ങ് ജോയിൻ്റ് ആക്കി വിടും എന്നാണ് സിമ്പിളായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. 85 86 ഒരു കോയിലാണ്. കോയിലിൽ ഒരു ചെറിയൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 30നും 87നും തമ്മിൽ അങ്ങ് ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ എന്താണ്, ഏത് സർക്യൂട്ടിലേക്കാണ് നമ്മൾ ഈ റിലേ കൊടുത്തിരിക്കുന്നത്, ആ സർക്യൂട്ട് ഓണാവും. ഇപ്പോഴും ആ റിലേ ഓണായി. അത് 85 86 കറണ്ട് കൊടുത്ത സമയത്ത് 30 87 ഓണായി. ഇപ്പോൾ വരച്ച് ആ ജോയിൻ്റ് ആക്കിയിരിക്കുകയാണ് അത്. അപ്പോൾ 85 86 കൊടുത്തിരിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതാണ് ഒരു റിലേ ഉള്ളൊരു സർക്യൂട്ടാണത്. റിലേ ഉള്ള സർക്യൂട്ട്, ഒരു 4 പിൻ റിലേ ഉള്ളൊരു സർക്യൂട്ടാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ആ എം എഴുതിയിരിക്കുന്നത് ഒരു മോട്ടർ അല്ലെങ്കിൽ ഒരു ലോഡാണ്, ഒരു മോട്ടറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം അവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ റിലേ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. നെഗറ്റീവ് എർത്ത് ചെയ്യണം. നെഗറ്റീവ് എർത്ത് ചെയ്ത് പോസിറ്റീവ് മോട്ടർ അവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റിലേയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 30 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിലേയുടെ 30 ആ തടിച്ച വയറുകൾ കൊടുത്തിട്ടുണ്ട്. തടിച്ച രീതിയിൽ മീൻസ് ഡാർക്കായി വരച്ചിരിക്കുന്നതാണ് അതിൻ്റെ കറണ്ട് കൂടുതൽ ആംപിയർ ഉള്ള വയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് അത് കാണിച്ചിരിക്കുന്നത്. ആ കട്ടി കൂടിയ വയർ കൂടുതൽ ആംപിയർ ഉള്ളതെന്ന് അർത്ഥത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ റിലേയുടെ 30 എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു. ഇപ്പോൾ 87 കറണ്ട് ഇല്ല. 87 കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ 87 ഔട്ട്പുട്ട്, 87ലേക്ക് കറണ്ട് വരുന്നില്ല. വരാത്തതുകൊണ്ട് തന്നെ മോട്ടർ ഓണാവില്ല. മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഈ മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നോക്കാം, ഈ 85 86 എന്നുള്ള പോയിന്റിലേക്ക് നമ്മളൊരു ബാറ്ററി തന്നെ വേറൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അത് വേറെ ചെറിയ സ്വിച്ച് വഴി എർത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്വിച്ച് ഓണാക്കിയാൽ, ചെറിയ സ്വിച്ച് ഓണാക്കിയാൽ എന്ത് സംഭവിക്കും, ബാറ്ററി എന്നുള്ള കറണ്ട് ഈ കോയിൽ വഴി എർത്ത് ചെയ്യും. ആ സമയത്ത് കോയിൽ മാഗ്നറ്റ് ആവും. കോയിൽ മാഗ്നറ്റ് ആയാൽ 30 87 തമ്മിൽ ആ സമയത്ത് കണക്ഷൻ ഉണ്ടാവും. ആ കോണ്ടാക്ട് പിടിക്കും. ഈ മോട്ടർ വർക്കാവും. ഈ മോട്ടർ ആ സമയത്ത് വർക്ക് ചെയ്യും. എപ്പോഴാണോ നമ്മൾ ചെറിയ സ്വിച്ച് വിടുന്ന സമയത്ത് കോയിൽ മാഗ്നറ്റ് അല്ലാതാവുകയും ചെയ്യും. 30 87 തമ്മിലുള്ള കണക്ഷൻ ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് സിമ്പിളായിട്ട് റിലേയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിലേ നമ്മൾ ഇതിൻ്റെ കവർ അടക്കാൻ പോവുകയാണ്. അടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് 2 സൈഡിലും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വെക്കേ വേണ്ടു. ആ 2 സൈഡിൽ ആ ചെറിയൊരു കട്ടിങ്, ആ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ കാണാം ഒരു ചെറിയൊരു കട്ടിങ്. അത് നോക്കിയിട്ട് ആ റിലേയുടെ കവർ നോക്കി അമർത്തി വെച്ചാൽ റിലേ ക്ലോസ് ചെയ്യാം. വേറെ ഒന്നും ഇല്ലല്ലോ. ഇത് അടക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് റിലേയുടെ 4 പിൻ റിലേയുടെ വർക്കിംഗ്. 5 പിൻ റിലേ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ റിലേ ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും.